എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ നൂതന ആശയങ്ങളുമായി ജലസേചന വകുപ്പിന്റെ സ്റ്റാൾ. എൻ്റെ കേരളം പ്രദർശന വിപണനമേളയിൽ നൂതന ആശയങ്ങൾ അടങ്ങിയ സ്റ്റാളുകളുമായി ജലസേചന വകുപ്പ്. ജലസേചന വകുപ്പിന്റെ പദ്ധതികളും ജലസംരക്ഷണ പ്രവർത്തനങ്ങളും ആധുനിക സാങ്കേതിക വിദ്യകളിലൂടെ അവതരിപ്പിക്കുന്ന ഈ സ്റ്റാൾ ശ്രദ്ധേയമാണ്. വിർച്വൽ റിയാലിറ്റി അവതരണം, വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ വിശദീകരിക്കുന്ന വീഡിയോ വാൾ, മലമ്പുഴ ഡാം പശ്ചാത്തലമായുള്ള സെൽഫി പോയിന്റ് എന്നിവയാണ് സ്റ്റാളിന്റെ പ്രധാന ആകർഷണങ്ങൾ. ഇത് മൂലത്തറ റൈറ്റ് ബാങ്ക് കനാലിൻ്റെ ഒരു ദീർഘിപ്പിക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള കനാലിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. 6.43 കിലോമീറ്റർ നീളത്തിലുള്ള കനാല് കോരയാർ മുതൽ വരട്ടയാർ വരെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഭാഗം. അപ്പം നമുക്ക് പ്രധാനമായും വരുന്ന സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെഡ് റെഗുലേറ്റർ ഉണ്ട്, ക്രോസ് റെഗുലേറ്റർ ഉണ്ട്, അതുപോലെ തന്നെ സൂപ്പർ സ്ട്രക്ചർ അക്യൂഡക്റ്റ് പോർഷൻസ് ഉണ്ട്, സൈഫൺ ഉണ്ട്, പല ഭാഗത്ത് ട്രാൻസിഷൻസ് ഉണ്ട്, പിന്നെ നമുക്കൊരു 400 മീറ്റർ ടണൽ ഉണ്ട്, പിന്നെ കട്ട് ആൻഡ് കവർ ഉണ്ട്. അവസാനം നമ്മൾ വരട്ടയാറിൽ കൊണ്ട് പുഴയുടെ ഭാഗത്ത് എത്തിക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ 1ാം ഘട്ട പദ്ധതി. ഇതിനുശേഷം 2ാം ഘട്ട പദ്ധതി ഉണ്ട്. അതിനുള്ള നടപടികൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇത് മലമ്പുഴ ഡാമിൻ്റെ ഒരു വിർച്വൽ വീഡിയോഗ്രാഫി കാണിക്കുന്നതാണ്. മലമ്പുഴ ഡാമിൻ്റെ മേലെ കൂടെ പോകുമ്പോൾ 2 സൈഡും കാണുന്ന രീതിയിൽ ഒരു വിർച്വൽ ഇമേജിംഗ്, വിർച്വൽ വീഡിയോഗ്രാഫി. VR അവതരണത്തിലൂടെ ജലസേചന വകുപ്പിന്റെ പ്രധാന പദ്ധതികളായ ഡാമുകൾ, കനാലുകൾ, ജലസംഭരണികൾ എന്നിവയുടെ പ്രവർത്തനവും ജലസംരക്ഷണത്തിന്റെ പ്രാധാന്യവും സന്ദർശകർക്ക് അനുഭവിക്കാൻ സാധിക്കും. വീഡിയോ വാളിൽ വിവിധ ജലസേചന പദ്ധതികളുടെ വിശദാംശങ്ങൾ, ജലവിതരണ സംവിധാനങ്ങൾ, കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ, ജലസംരക്ഷണത്തിനായുള്ള ബോധവൽക്കരണ പരിപാടികൾ, വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ എന്നിവ പ്രദർശിപ്പിക്കും. ഇത് നമ്മുടെ വാട്ടർ അതോറിറ്റിയുടെ വാട്ടർ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ്. അതിൽ എന്തൊക്കെ പ്രോസസ്സാണ് നമ്മൾ നടത്തുന്നത്, കുടിവെള്ളം എങ്ങനെയാണ് നമ്മുടെ വീട്ടിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു മിനിയേച്ചർ മോഡലാണ്. അത് നമ്മുടെ സോഴ്സ് പറയുന്ന സാധനം ചിലപ്പോൾ പുഴയാകാം, ചിലപ്പോൾ ഡാം ആകാം. എന്നിട്ട് അതിൻ്റെ ഇടയിൽ എന്തൊക്കെ പ്രോസസ്, ഏരിയേഷൻ ഉണ്ട്, ഫിൽട്രേഷൻ ഉണ്ട്, ഫിൽട്രേഷൻ, സെഡിമെൻറ്റേഷൻ, ഫ്ലോക്കുലേഷൻ, അതിൻ്റെ ക്ലോറിനേഷൻ എല്ലാം ചെയ്തിട്ട് നമ്മൾ OHSRൽ വന്നിട്ട് അവിടെ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത്. അതിൻ്റെ ചെറിയൊരു മിനിയേച്ചർ മോഡലാണ്. കൂടാതെ സന്ദർശകർക്ക് അവരുടെ വീടുകളിലെ ജലം സൗജന്യമായി പരിശോധിക്കാനുള്ള സംവിധാനവും ഒരുക്കും. വാട്ടർ അതോറിറ്റിൻ്റെ സൗജന്യ കുടിവെള്ള പരിശോധനയാണ് നടക്കുന്നത്. നമ്മൾ ലാബിൽ ചെയ്യുന്നത് പോലെ അല്ലാതെ കിറ്റ് യൂസ് ചെയ്തിട്ടും കുടിവെള്ളം എങ്ങനെ ഈസി ആയിട്ട് പരിശോധിക്കുക എന്നുള്ളതാണ് നമ്മളിവിടെ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നത്. പൊതുജനങ്ങൾക്ക് ഇത് സൗജന്യമായിട്ട് ഒരു 11 പാരാമീറ്റർ ഫ്രീ ആയിട്ട് ചെക്ക് ചെയ്ത് റിപ്പോർട്ട് 24 മണിക്കൂറിനുള്ളിൽ അവർ വാട്സപ്പിലോ മെയിൽ ID-ലോ നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. വിവിധ ജലസേചന പദ്ധതികളെക്കുറിച്ചുള്ള 5 വർക്കിംഗ് മോഡലുകൾ, സന്ദർശകർക്ക് സംശയ നിവാരണത്തിനായി ഹെൽപ്പ് ഡെസ്ക് എന്നിവയും സ്റ്റാളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ സ്റ്റാളിൽ ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പാലക്കാട് ജില്ലയിലെ ഒരേ ഒരു ഓഫീസാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റ് പാലക്കാട് ജില്ലയിലെ. ഈ ഗ്രൗണ്ട് വാട്ടറിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഭൂജല പര്യവേഷണം, അതായത് പോയിന്റ് നോക്കി കൊടുക്കുക, ബോർവെൽ അടിച്ചു കൊടുക്കുക, ആർട്ടിഫിഷ്യൽ റീചാർജ്, അതായത് ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം ആർട്ടിഫിഷ്യൽ റീചാർജ് പദ്ധതികൾ നടപ്പിലാക്കി കൊടുക്കുക, റിഗ് രജിസ്ട്രേഷൻ, ഇതൊക്കെയാണ് ഗ്രൗണ്ട് വാട്ടർ ഡിപ്പാർട്ട്മെന്റിൽ ചെയ്തു കൊടുക്കുന്നത്. UTV ന്യൂസ്, പാലക്കാട്.